ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു അടിപൊളിയായിട്ടുള്ള പാൽ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പാൽ കേക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇറ്റ്സ് മീ റൈഹാന ജാഫർ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ലായനി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയും അതിലേക്ക് 1 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് ഒരു ഏലക്കായ ഒന്ന് കുത്തിയിട്ടിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് തിളച്ച് ഒറ്റ നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊന്ന് അലിഞ്ഞ് പഞ്ചസാര മുഴുവനൊന്ന് അലിഞ്ഞു പോയാൽ മതി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഞാനത് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം. ഈ ഒരു ബൗളിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ്. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 സ്പൂണ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് പഞ്ചസാരയും ഏലക്കായും കൂടെ ഞാൻ പൊടിച്ചെടുത്തതാണ്. നിങ്ങളെടുത്ത് അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്കായ ഒന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ പഞ്ചസാര ഏലക്കായും കൂടി പൊടിച്ചതും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു വിസ്കോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് കട്ടൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഉണ്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ടൊന്നും ഇല്ലാതെ നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ല പോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ, അതേപോലെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് വെള്ളമോ കാര്യമോ ഒന്നും ചേർക്കാതെ നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഞാനിതാ ഇപ്പോൾ ഇതുപോലെ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഞാനിതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിന്നായിട്ട് പരത്തരുത്, അത്യാവശ്യം ഒരു കട്ടിയിൽ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ടൊരു കത്തി വെച്ചിട്ട് നമുക്കിത് എത്ര വലിപ്പമുള്ള പാൽ കേക്കാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ വീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പീസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടിൽ ഇട്ട് കൊടുക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലാണ് ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല പോലെ വെന്ത് വരുള്ളൂ. ഇന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല പോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പാൽ കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം കേട്ടോ.
അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ രണ്ട് ഭാഗവും ഇതുപോലെ നല്ല ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് നേരെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് ഒരു ചെറിയ ഇളം ചൂടുണ്ടായിരിക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തിട്ട് ഇതേപോലെ എല്ലാം ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും അതേപോലെ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ, അസ്സലാമു അലൈക്കും.